അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സിഹർ ചെയ്യുന്നവരെക്കുറിച്ചും സിഹർ ബാധിച്ചവരെക്കുറിച്ചുമാണ്. ആദ്യമായിട്ട് പറയുന്നത് സിഹർ ചെയ്യുന്നവർ, അവരോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സിഹർ ചെയ്യുന്നവർ അറിയേണ്ട ആദ്യത്തെ കാര്യം, സിഹർ എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ 7 വൻ പാപങ്ങളിൽപ്പെട്ട, അതായത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് സിഹർ എന്നുള്ളത്. മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ സാമ്പത്തികപരമായിട്ട് തകർക്കാൻ, അവരെ രോഗിയാക്കാൻ, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിഹർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ദുനിയാവും ആഖിറവുമാണ്. നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി അത് കണ്ടിട്ട് നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം സിഹർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ചെയ്യുന്നത് ശിർക്കും കുഫ്റുമാണ്. കാരണം സിഹർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക വിരുദ്ധമാണ്. മറ്റ് അസന്മാർഗിക പ്രവർത്തനങ്ങൾ, അതായത് ഇസ്ലാം വിലക്കിയ പ്രവൃത്തികളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് സിഹർ ചെയ്യുന്നത്. ചില പൈശാചിക ശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് സിഹറിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അത് ഷിർക്കിലേക്കും കുഫ്രിലേക്കും പോകും. അപ്പോൾ നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നിങ്ങളെ ആഖിറ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്. സിഹർ ചെയ്യുന്നവർക്ക് 2 ലോകത്തും, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈമാൻ സലാമത്തായിട്ട് നിങ്ങൾ മരിക്കില്ല തൗബ ചെയ്തില്ലെങ്കിൽ. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവർ അവർ സ്വയം നശിച്ചു പോകും. നിങ്ങൾ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ചിട്ട് സിഹർ ചെയ്താൽ നിങ്ങൾ സ്വയം നശിക്കാനാണ് ഇത് കാരണമാകുക. അതുകൊണ്ട് സിഹറിൻ്റെ വഴി തിരഞ്ഞെടുത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആ വഴിയിൽ നിന്ന് പിന്മാറി, ആർക്കെതിരെയൊക്കെ നിങ്ങൾ സിഹർ ചെയ്തിട്ടുണ്ടോ അവരോടൊക്കെ പൊരുത്തപ്പെടിപ്പിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക. സിഹർ എന്നത് മഹാപാപമാണ്, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതാണ്. സിഹറിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പോകരുത്. മറ്റുള്ളവർ നശിക്കാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ സ്വയം നാശത്തിന് കാരണമാകും. നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് മുക്തരായിട്ട് വരാൻ സാധിക്കില്ല. കാരണം സിഹർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അത് ബാധിച്ച് അവർ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളിവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കും, അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാകുമ്പോൾ. അതുകൊണ്ട് സിഹറിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്മാറി തൗബ ചെയ്ത് മടങ്ങുക ഇൻഷാ അല്ലാഹ്.